ഹലോ വേൾഡ്, വെൽക്കം ടു ആർട്ടിസ്റ്റ് അക്കാഡമി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ടെർമിനൽ ടെക്സ്റ്റ് എഡിറ്ററെ പറ്റി പഠിച്ചായിരുന്നു, നാനോ എന്ന് പറഞ്ഞിട്ട്. നാനോ പക്ഷേ ഭയങ്കര സിമ്പിൾ ആയിട്ടൊരു ടെക്സ്റ്റ് എഡിറ്ററാണ്. അതിനകത്ത് കുറച്ച് ബേസിക് എഡിറ്റിംഗ് മാത്രമേ നടക്കുള്ളൂ. പക്ഷേ ടെർമിനലിൽ ഡെവലപ്പേഴ്സും പ്രോഗ്രാമേഴ്സും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കുറച്ചുകൂടി പവർഫുൾ ആയിട്ടൊരു ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ട്. അതിൻ്റെ പേരാണ് വിം. പ്രൊഫഷണൽ ഡെവലപ്പേഴ്സ് നിങ്ങൾ വിം യൂസ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രോ ആണെന്ന് അവർക്ക് മനസ്സിലാവും. ലുക്കിൽ മാത്രമല്ല, ഈസ് ഓഫ് യൂസിനും സ്പീഡിനും വിം നിങ്ങളെ വളരെയധികം സഹായിക്കും. ഈ വീഡിയോയുടെ ഉദ്ദേശം നിങ്ങളൊരു വിമ്മിൽ പ്രോ ആക്കുക എന്നുള്ളതല്ല, വിമ്മിലേക്ക് ജസ്റ്റ് ഒരു ബേബി സ്റ്റെപ്പ്, ജസ്റ്റ് ദ ആബ്സല്യൂട്ട് ബേസിക്സ് ടു ഗെറ്റ് യു സ്റ്റാർട്ടഡ്. സോ ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ. അപ്പോൾ ആദ്യം നമുക്ക് മാക് OSൻ്റെ ടെർമിനലിൽ എങ്ങനെയാണ് വിം ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നോക്കാം. മാക്കിൽ ബൈ ഡീഫോൾട്ട് വിം ഇൻസ്റ്റാൾഡ് ആയിരിക്കും. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി വിം സ്പേസ് വേർഷൻ ടൈപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ ഔട്ട്പുട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിം ഇൻസ്റ്റാൾഡ് ആണ് ഓൾറെഡി. പക്ഷേ ഞാൻ ഒന്നും കൂടിയും എങ്ങനെയാണ് ഇല്ലാത്തൊരു സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നോക്കാം. ബ്രൗസറിൽ പോയതിന് ശേഷം ഹോം ബ്രൂ എന്ന് സെർച്ച് ചെയ്യുക. HOMEBREW അത് സെർച്ച് ചെയ്തിട്ട് ഹോം ബ്രൂവിൻ്റെ വെബ്സൈറ്റിൽ പോവുക. അപ്പോൾ ഹോം ബ്രൂ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ള ലിങ്ക് ഉണ്ടാവും ഇൻസ്റ്റാൾ ഹോം ബ്രൂ ഹെഡിങ്ങിനിടയിൽ. ആ ബട്ടൺ ഞെക്കി അത് കോപ്പി ചെയ്യുക കമാൻഡ്, തിരിച്ച് ടെർമിനലിൽ വരിക, എന്നിട്ടത് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുമ്പോൾ പാസ്വേഡ് ചോദിക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ പാസ്വേഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ കാണാത്തതാണ്. ലിനക്സ് സിസ്റ്റങ്ങളിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഞാനിവിടെ പാസ്വേഡ് അടിക്കുന്നുണ്ട്, എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ഒരു ഔട്ട്പുട്ട് വരും. ഇവിടെ നിന്ന് എൻ്റർ പ്രസ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. എൻ്റെ സിസ്റ്റത്തിൽ ഓൾറെഡി ഹോം ബ്രൂ ഉള്ളതുകൊണ്ട് ഞാനിവിടെ ക്യാൻസൽ ചെയ്യാണ്. ക്യാൻസൽ ചെയ്യാൻ Ctrl+C പ്രസ് ചെയ്താൽ മതി. അതിനുശേഷം ബ്രൂ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വിം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ബ്രൂ ഇൻസ്റ്റാൾ വിം ഈ കമാൻഡ് അടിക്കുക. ബ്രൂ സ്പേസ് ഇൻസ്റ്റാൾ സ്പേസ് വിം. ഇത് കുറച്ച് സമയമെടുക്കും. ഞാനിപ്പോൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കാണിക്കാം. ഈ ഹോം ബ്രൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്കിലൊരു പാക്കേജ് മാനേജർ പോലെയാണ്. അതായത് പാക്കേജസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ ടെർമിനലിൽ നിന്ന് തന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഹോം ബ്രൂ. ഇപ്പോൾ കണ്ടില്ലേ, വിം ഇൻസ്റ്റാൾ ആയി എന്നാണ് കാണിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആവാൻ ഒരു 2-3 മിനിറ്റ് എടുത്തു എൻ്റെ സിസ്റ്റത്തിൽ. ആൻഡ് ഇനി വിം വേർഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഔട്ട്പുട്ട് നിങ്ങളുടെ സിസ്റ്റത്തിലായാലും വരും. ഇനി ബാക്കി നമുക്ക് വിം യൂസ് ചെയ്യുന്ന സെക്ഷനിൽ നോക്കാം. അപ്പോൾ ഇനി നമുക്ക് വിൻഡോസിൽ എങ്ങനെയാണ് വിം ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്റ്റാർട്ട് മെനുവിൽ പോയിട്ട് ടെർമിനൽ ആപ്പ് സെർച്ച് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം വിൻഡോസ് സബ്സിസ്റ്റം ഫോർ ലിനക്സ് എടുക്കുക. WSൽ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇനി വിം ഇൻസ്റ്റാൾ ചെയ്യണത് ഉബുണ്ടുവിലായാലും വിൻഡോസ് ആയാലും ഇനി ഒരേപോലെ ആയിരിക്കും. കാര്യം WSL എന്ന് പറയുന്നത് വിൻഡോസ് സബ്സിസ്റ്റം ഫോർ ലിനക്സ് ആണ്. അതിനകത്ത് നമ്മൾ ഉബുണ്ടു തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി വിം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി നമ്മൾ മാക്കിൻ്റെ വീഡിയോയിൽ കണ്ടതുപോലെ വിം സ്പേസ് വേർഷൻ എന്ന് സെർച്ച് ചെയ്യുക. അതുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി വിം ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നോക്കാം. മാക്കിൽ ബ്രൂ ഇല്ലാത്തതുപോലെ ഉബുണ്ടുവിലുള്ള പാക്കേജ് മാനേജറാണ് APT എന്ന് വെച്ചത്. അപ്പോൾ APT വെച്ചിട്ടാണ് നമ്മൾ ഉബുണ്ടുവിൽ വിം ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ APT അപ്ഡേറ്റ് ചെയ്യണം. അതിനുള്ള കമാൻഡാണ് sudo APT അപ്ഡേറ്റ്. ഇതാകുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ലേറ്റസ്റ്റ് വേർഷൻ ഇൻഫർമേഷൻ സിസ്റ്റത്തിന് കിട്ടും. അതിനുശേഷം വിം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി sudo APT ഇൻസ്റ്റാൾ വിം, sudo സ്പേസ് APT സ്പേസ് ഇൻസ്റ്റാൾ സ്പേസ് വിം ഈ കമാൻഡ് അടിക്കുക. ഈ കമാൻഡ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആയിക്കോളും. ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് കണ്ടിന്യൂ ചെയ്ത് പൊക്കോളും. ഇനി അടുത്തത് നമുക്ക് ബാക്കി കാണാം. അപ്പം നമുക്കിനി വിമ്മിൻ്റെ മാനുവൽ പേജ് ഒന്ന് നോക്കാം. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ മാനുവൽ പേജ് വിമ്മിൻ്റെ എടുക്കാൻ വേണ്ടി മാൻ സ്പേസ് വിം എന്ന് ടൈപ്പ് ചെയ്തിട്ട് അടിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് വിമ്മിൻ്റെ മാനുവൽ പേജ് കിട്ടി. പിന്നെ അത് നോക്കിയാൽ കാണാം വിം അഥവാ VI ഇംപ്രൂവ്ഡ്. അതായത് VI എന്ന് പറഞ്ഞൊരു പഴയ ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ട്. അതിൻ്റെ ഒരു ഇംപ്രൂവ്ഡ് വേർഷനാണ് ഈ വിം എന്ന് പറഞ്ഞ എഡിറ്റർ. ആൻഡ് ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിമ്മിൻ്റെ ബാക്കി ഓപ്ഷൻസ് ഒക്കെ കാണാം. ആൻഡ് ഇവിടെ കാണാം മോസ്റ്റ് ഓഫൺ വിം is started to edit a single file with the command vim space file. അപ്പോൾ വിം തുറക്കുന്നത് വിം സ്പേസ് ആ ഫയലിൻ്റെ പേര് കൊടുത്തിട്ടാണ് വിം തുറക്കുന്നത്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഈ മാനുവൽ പേജ് ഒരുവിധമൊക്കെ വായിച്ചു പോകാം. ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാനിപ്പോൾ Q അടിച്ചിട്ട് മാനുവൽ പേജിൽ നിന്ന് എക്സിറ്റ് ആയി. ഇനി എനിക്കിപ്പോൾ ഒരു ഫയൽ ഉണ്ടാക്കണം, nikhil.txt എന്ന് പറഞ്ഞ ഫയൽ. അതിനുവേണ്ടി വിം സ്പേസ് nikhil.txt എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. ഇപ്പോൾ ഈ ഫയൽ വിമ്മിൽ ഓപ്പൺ ആയി. ഇപ്പം എൻ്റെ ഫുൾ ടെർമിനൽ സ്ക്രീനിൽ കാണുന്നതാണ് വിം. ആൻഡ് വിമ്മിൻ്റെ ഇൻ്റർഫേസിനെ പറ്റി പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വെള്ള റെക്റ്റാങ്കിൾ ബ്ലോക്ക് കാണുന്നില്ലേ, അതാണ് വിമ്മിൻ്റെ കേഴ്സർ. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് വരുന്നത് ആ കേഴ്സറിന് അവിടെയാണ്. പിന്നെ ഈ ബ്ലൂ ടിൽഡ സിമ്പിൾസ്, അതായത് തിരിച്ചിട്ട പോലത്തെ ഈ സിമ്പിൾസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതൊരു എംപ്റ്റി ലൈൻ ആണെന്നാണ്. ആ ലൈനിൽ ഒന്നുമില്ല എന്നാണ്.
ഇനി നമുക്ക് ബോട്ടത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫയലിൻ്റെ പേര് കാണാം, nikhil.txt ന്യൂ. ഇതൊരു പുതിയ ഫയലാണ്. ഇത് ഇല്ലാത്തൊരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് ഈ റൈറ്റ് സൈഡിലെ നമ്പേഴ്സ് ലൈൻ നമ്പറും കേഴ്സറിൻ്റെ പൊസിഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഓൾ എന്ന് പറയുന്നത് ഈ ഫയൽ മൊത്തത്തിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ അതോ ഒരു പോർഷൻ മാത്രം കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇതിനി നമുക്ക് കുറച്ചുകൂടി പോകുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ വിമ്മിൻ്റെ ഇൻ്റർഫേസ്. അപ്പോൾ വിമ്മ് നമ്മൾ ഒറ്റയടിക്ക് കാണുമ്പോൾ ഇത് നാനോ പോലത്തെ ഒരു ടെക്സ്റ്റ് എഡിറ്റർ ആണെന്ന് തോന്നും. പക്ഷേ ഇപ്പം ഞാനിങ്ങനെ ടൈപ്പ് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ക്യാരക്ടേഴ്സ് ഒന്നും അവിടെ വരുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിമ്മ് പല മോഡിലാണ് വർക്ക് ചെയ്യണത്. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന 2 മോഡുകളാണ്. ഒന്ന് നോർമൽ മോഡ് അഥവാ കമാൻഡ് മോഡും പിന്നെ ഒരു ഇൻസേർട്ട് മോഡും. വിമ്മ് ബൈ ഡീഫോൾട്ട് തുറന്നു വരുന്നത് കമാൻഡ് മോഡിലോട്ടാണ് അല്ലെങ്കിൽ നോർമൽ മോഡിലോട്ടാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വിമ്മിൻ്റെ കമാൻഡ്സ് ചെയ്യാൻ പറ്റുള്ളൂ. വിമ്മിൻ്റെ കുറച്ച് കമാൻഡ്സ് ഉണ്ട്. ഇപ്പോൾ ലൈൻ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ലൈൻ കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനൊക്കെ ഓരോ കമാൻഡ്സ് ആണ്. അപ്പോൾ ആ കമാൻഡ്സ് കൊടുക്കാൻ മാത്രമേ ഈ മോഡിൽ പറ്റുള്ളൂ. അപ്പോൾ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസേർട്ട് മോഡിലോട്ട് പോകണം. അതിനുവേണ്ടി നമുക്ക് കീബോർഡിൽ ഐ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പം ഞാനിവിടെ കീബോർഡിൽ ഐ ബട്ടൺ പ്രസ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ താഴെ നോക്കിയാൽ കാണും ഇൻസേർട്ടിന് കാണിച്ചു. ഇപ്പം ഞാൻ ഇൻസേർട്ട് മോഡിലാണ്. ഇനി എനിക്ക് സാധാ ഞാനൊരു ടൈപ്പ് ചെയ്യണ പോലെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഹലോ വേൾഡ്, ദിസ് ഇസ് മൈ ഫസ്റ്റ് ലൈൻ ഇൻ വിം. വിം പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇത്രയും ഞാൻ ടൈപ്പ് ചെയ്തു. ഇത് ഇങ്ങനെ എനിക്ക് നോർമലായിട്ട് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. നമുക്ക് ആരോ കീസ് വെച്ച് വേണമെങ്കിൽ നാവിഗേറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഇതിനകത്ത് ഇപ്പോൾ ഇടയ്ക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധൊരു ടെക്സ്റ്റ് എഡിറ്റർ പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിപ്പോൾ ഇൻസേർട്ട് ചെയ്തു. ഇനി എങ്ങനെ ഇത് സേവ് ചെയ്യണമെന്ന് നോക്കാം വിമ്മിൽ. അപ്പോൾ വിമ്മിൽ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഇൻസേർട്ട് മോഡിൽ നിന്ന് തിരിച്ച് നോർമൽ മോഡിലേക്ക് പോകണം. അപ്പോൾ ഇൻസേർട്ടിൽ നിന്ന് തിരിച്ച് നോർമലിലേക്ക് പോകാൻ എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്തത് കീബോർഡിൽ. ഇപ്പോൾ തിരിച്ച് ഞാൻ നോർമൽ മോഡിലായി. ഇത് തിരിച്ച് ഇൻസേർട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ ഐ പ്രസ് ചെയ്തത്, തിരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ എസ്കേപ്പ് പ്രസ് ചെയ്തത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മോഡ് മാറി കളിക്കുക. ഇനി എനിക്കിത് സേവ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള കമാൻഡാണ് :W. എന്നിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ കാണാം nikhil.txt റിട്ടേൺ എന്ന് പറഞ്ഞിട്ട്. അതായത് സേവ് ചെയ്യാൻ നോർമൽ മോഡിൽ വന്നതിന് ശേഷം :W പ്രസ് ചെയ്താൽ മതി. ഇനി ക്വിറ്റ് ചെയ്യാൻ വേണ്ടി വിമ്മിന്ന് ക്വിറ്റ് ചെയ്യണത് ലിനക്സ് കമ്മ്യൂണിറ്റിയിൽ ഒരു മീം പോലെയാണ്. വിമ്മിൽ ഒരിക്കൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളത്. അതിന് ഈ കമാൻഡ് അടിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പം നമ്മൾ നോർമൽ മോഡിൽ വന്നതിന് ശേഷം Q പ്രസ് ചെയ്തിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ വിമ്മിന് എക്സിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി ആ ഫയൽ തുറക്കുകയാണ്. അപ്പോൾ Q ആണ് എക്സിറ്റ് ചെയ്യാനുള്ള കമാൻഡ്. ഇനി ഞാനൊരു സെക്കൻഡ് ലൈനും കൂടി ആഡ് ചെയ്യാണ്. അതായത് ഒരു സെക്കൻഡ് എഡിറ്റ് പറഞ്ഞിട്ട് ലൈൻ ആഡ് ചെയ്തു. ഇനി റൈറ്റും ക്വിറ്റും നമ്മൾ സെപ്പറേറ്റ് കമാൻഡായിട്ടാണ് ചെയ്തത്. ഇത് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും. :WQ എന്ന് ഒറ്റയടിക്ക് അടിക്കാൻ പറ്റും. അപ്പം ഞാൻ നോർമൽ മോഡിലേക്ക് പോകണം, എസ്കേപ്പ് അടിച്ചിട്ട് പിന്നെ :WQ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റും ചെയ്യാം ക്വിറ്റും ചെയ്യാം ഒറ്റയടിക്ക് തന്നെ. അതിനാണ് :WQ. ഇനി ഞാൻ വേറൊരു ലൈനും കൂടി ആഡ് ചെയ്യാണ്, തേർഡ് എഡിറ്റ്. ഇനി ഇതെനിക്ക് സേവ് ചെയ്യണ്ട, സേവ് ചെയ്യാണ്ട് ക്വിറ്റ് ചെയ്യണം. നമ്മൾ വിചാരിക്കും ക്വിറ്റ് ചെയ്യാൻ വെറുതെ നോർമൽ മോഡിൽ പോയതിന് ശേഷം Q ഞെക്കിയാൽ മതിയെന്ന്. പക്ഷെ അപ്പോൾ ഒരു എറർ അടിയിൽ തന്നെ കാണാം, നോ റൈറ്റ് സിൻസ് ലാസ്റ്റ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ട്. അതിന് അവർ തന്നെ പറയുന്നുണ്ട് ആഡ് എക്സ്ക്ലമേഷൻ ടു ഓവർ റൈഡ്. അപ്പം എനിക്ക് സേവ് ചെയ്യാണ്ട് ക്വിറ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ മോഡിൽ പോയതിന് ശേഷം Q എക്സ്ക്ലമേഷൻ അടിച്ചു മതി. ഇത് എൻ്റർ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ അടിച്ച ലൈൻ സേവ് ചെയ്യാണ്ട് ക്വിറ്റ് ചെയ്യും. ഒന്നും കൂടി നമുക്ക് നമ്മുടെ ക്യാറ്റ് കമാൻഡ് പഠിച്ചില്ലേ, അത് വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പം ക്യാറ്റ് സ്പേസ് nikhil.txt അടിച്ചു കഴിഞ്ഞാൽ കാണാം സെക്കൻഡ് എഡിറ്റ് വരെ വന്നിട്ടുള്ളൂ, തേർഡ് എഡിറ്റ് വന്നിട്ടില്ല. അപ്പം 3 കമാൻഡാണ് നമ്മളിപ്പോൾ നോക്കിയത്. :W റൈറ്റ് ചെയ്യാൻ, Q ക്വിറ്റ് ചെയ്യാൻ, ആൻഡ് റൈറ്റ് ചെയ്ത് ക്വിറ്റ് ചെയ്യാൻ :WQ, ആൻഡ് സേവ് ചെയ്യാണ്ട് ക്വിറ്റ് ചെയ്യാൻ Q എക്സ്ക്ലമേഷൻ. ഈ 4 സാധനം പഠിച്ചു വയ്ക്കുക. ഇനി ഞാൻ ഒന്നും കൂടി ആ ഫയൽ തുറക്കാം. നമുക്ക് വിമ്മ് വെച്ചിട്ട് nikhil.txt ഓപ്പൺ ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഞാൻ നോർമൽ മോഡിലായിരിക്കും ബൈ ഡിഫോൾട്ട് വരുന്നത്. ആരോ കീസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ നാവിഗേറ്റ് ചെയ്യണത്. പക്ഷേ ആരോ കീസിനെക്കാട്ടിയും പ്രൊഫഷണൽ കോഡേഴ്സ് ഒക്കെ യൂസ് ചെയ്യണത് വിമ്മിലൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അതായത് HJKL എന്ന് പറഞ്ഞിട്ട്. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് പോവും, J എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺ പോവും, K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ് പോവും, ആൻഡ് L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിലോട്ട് പോവും. ഇത് നമുക്ക് ആദ്യം ഇൻറ്റ്യൂട്ടീവായിട്ട് തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിലും പൊതുവേ എല്ലാ ഡെവലപ്പേഴ്സും പൊതുവേ ഇങ്ങനെ വെച്ചിട്ടാണ് നാവിഗേറ്റ് ചെയ്യുക. ആൻഡ് ദിസ് വിൽ ബി മച്ച് ഫാസ്റ്റർ. ഇനി ഞാൻ പെട്ടെന്ന് തന്നെ വേറെ കുറച്ചുകൂടി ട്രിക്സ് നമുക്ക് നോക്കാം. അതായത് ഇപ്പം ഞാൻ ഒരു ക്യാരക്ടറായിട്ട് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ X ബട്ടൺ പ്രസ് ചെയ്താൽ മതി. നമ്മുടെ നോർമൽ മോഡിൽ നിന്നിട്ട് X പ്രസ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ കേഴ്സർ വയ്ക്കുന്നത് എളുപ്പത്തിൻ്റെ Pയിലാണ്. X ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ P ഡിലീറ്റ് ആയി.
മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എക്സ് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ആൻഡ് ഒരു എൻറ്റയർ ലൈൻ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡി പ്രസ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ ലൈനിൽ പോയിട്ട് ആ ലൈൻ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യണം. അപ്പം എനിക്ക് ഡി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈൻ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ആയി. ഇനി ഇത് കൂടാണ്ട് എനിക്ക് അൺഡു കമാൻഡ് ഉണ്ട്, നമ്മൾ ടെക്സ്റ്റ് എഡിറ്ററിലൊക്കെ ചെയ്യണ പോലെ. ഇതിനകത്ത് കൺട്രോൾ ഇസഡ് ആണ് ബൈ ഡിഫോൾട്ട് അൺഡു വന്നത്. പക്ഷേ വിമ്മിലെ അൺഡു എന്ന് പറയുന്നത് സ്മോൾ യു ആണ് കീബോർഡിൽ. ഞാൻ ലാസ്റ്റ് ആ ഹലോ വേൾഡ് ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത്. സ്മോൾ യു ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിരിച്ചു വരും. അപ്പോൾ യു പലതവണ ഞെക്കാം, അപ്പോൾ തിരിച്ചത് പഴയതുപോലെയാവും ഫയൽ. അൺഡു. ഇനി റീഡു എന്ന് പറയുന്ന കമാൻഡ് ഉണ്ടല്ലോ, നമ്മൾ റീഡു ചെയ്യുന്നത് കൺട്രോൾ ആർ വെച്ചിട്ടാണ്. കൺട്രോൾ ആർ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്ത സാധനം റീഡു ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് വിമ്മിൻ്റെ ഒരു ബേസിക് ട്രിക്സ്. പക്ഷെ നമുക്കൊരു ടെക്സ്റ്റ് എഡിറ്റർ എന്ന നിലയിൽ ഉപയോഗിക്കാൻ വേണ്ടി ഇൻസേർട്ട് മോഡിൽ എങ്ങനെ പോവാം, തിരിച്ച് നോർമലിൽ എങ്ങനെ വരാം, റൈറ്റ് ചെയ്യാം, ക്വിറ്റ് ചെയ്യാം, ഇത്രയും സാധനം ബേസിക്കലി അറിഞ്ഞാൽ മതി. ഇനി നമുക്ക് ഒരു സ്പെഷ്യൽ സാധനം കൂടി നോക്കാം. അപ്പോൾ വിമ്മ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പഠിച്ച പോലെ വിമ്മ് തന്നെ പഠിക്കാൻ വേണ്ടി അതിന് ഡെവലപ്പേഴ്സ് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അതിനുവേണ്ടി നമുക്ക് ടെർമിനലിൽ വിം ട്യൂട്ടർ എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. ഇതടിച്ച് എൻ്റർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിമ്മ് നമുക്ക് ടെർമിനലിൽ ആ ഡെവലപ്പേഴ്സ് ഉണ്ടാക്കിയ പോലെ പഠിക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് സ്ക്രോൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലത്തെ പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വിം ട്യൂട്ടോറിയലിലൂടെ വിമ്മ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിമ്മിലൊരു അഡ്വാൻസ് യൂസ് കേസസ് എല്ലാം കിട്ടും. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഈ വിം ട്യൂട്ടർ നോക്കിയിട്ട് നിങ്ങൾ ഓരോന്നും ചെയ്ത് നോക്കുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിമ്മിൽ കൂടുതൽ എക്സ്പേർട്ട് ആവാൻ പറ്റും. അപ്പോൾ ഇത്രയും മതി നമുക്ക് വിമ്മ് യൂസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി വിമ്മ് സ്പേസ് ഫയലിൻ്റെ പേര് കൊടുക്കുക. വിമ്മിന് 2 മോഡാണുള്ളത്. നോർമൽ മോഡ് കമാൻഡുകൾ അടിക്കാൻ വേണ്ടി ആൻഡ് ഇൻസേർട്ട് മോഡ് ഫോർ ടൈപ്പിംഗ്. ബൈ ഡീഫോൾട്ട് വിമ്മ് തുറന്നു വരുന്നത് നോർമൽ മോഡിലേക്കായിരിക്കും. ഇൻസേർട്ട് മോഡിലേക്ക് പോകാൻ ഐ പ്രസ് ചെയ്യുക. നോർമൽ മോഡിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി എസ്കേപ്പ് പ്രസ് ചെയ്യുക. നോർമൽ മോഡിൽ നിന്ന് സേവ് ചെയ്തുകൊണ്ട് ക്വിറ്റ് ചെയ്യാൻ :WQ, വെറുതെ ക്വിറ്റ് ചെയ്യാൻ :Q, സേവ് മാത്രം ചെയ്യാൻ :W ആൻഡ് സേവ് ചെയ്യാണ്ട് ക്വിറ്റ് ചെയ്യാൻ വേണ്ടി :Q!. ഇനി നമ്മൾ കഴ്സർ നാവിഗേറ്റ് ചെയ്യാനുള്ള കമാൻഡ്സ് ആണ്. H ലെഫ്റ്റിലോട്ട് പോകാൻ, J ഡൗൺ പോകാൻ, K അപ്പ് പോകാൻ ആൻഡ് L റൈറ്റിലേക്ക് പോകാൻ. ആരോ കീസ് വെച്ചിട്ട് നാവിഗേറ്റ് ചെയ്യാം. പക്ഷേ ഈ കീസ് യൂസ് ടു ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഫാസ്റ്റായിട്ട് എഡിറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ അടുത്ത് പഠിച്ചത് ഒരു ലെറ്റർ ഡിലീറ്റ് ചെയ്യാൻ X, ഒരു ലൈൻ ഡിലീറ്റ് ചെയ്യാൻ D, അൺഡു ചെയ്യാനായിട്ട് സ്മോൾ u ആൻഡ് റീഡു ചെയ്യാനായിട്ട് Ctrl+R. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് പഠിച്ച വിമ്മിലെ കമാൻഡ്സ്. പക്ഷേ വിം എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമല്ല, ലൈൻ നമ്പേഴ്സ് കാണിക്കാനും ഒരു ഫോൾഡറിലെ എല്ലാ ഫയൽസ് തുറക്കാനും ഓട്ടോ കംപ്ലീഷനൊക്കെ ആയിട്ട് ഒരു ID പോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് വിമ്മിലെ എല്ലാ കമാൻഡ്സും നമുക്ക് സിമ്പിളായിട്ട് കീബോർഡിൽ കൂടെ തന്നെ കോൺഫിഗർ ചെയ്യാനും പറ്റും. ഇപ്പോൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിലും പലതവണ ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു മസിൽ മെമ്മറി പോലെ ആയിക്കോളും. പിന്നെ വിമ്മിലെ കൂടുതൽ എക്സ്ട്രാ കമാൻഡ്സ് പഠിക്കാനായിട്ട് നേരത്തെ കണ്ട വിം ട്യൂട്ടർ കമാൻഡ് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലോ അടുത്ത വീഡിയോയുടെ ടോപ്പിക് സജഷൻ ഉണ്ടെങ്കിലോ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ആൻഡ് ആർട്ടിസ്റ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് നിഖിൽ സൈനിങ് ഓഫ്. ഹാപ്പി കോഡിംഗ്.